السلام عليكم ورحمة الله تعالى وبركاته. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين برضا الله، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان صدق الله العليم. അല്ലാഹു തആല അവന്റെ പരിശുദ്ധ കലാമായ ഖുർആനിൽ 55-ാമത് അധ്യായമായ സൂറത്തു റഹ്മാനിലൂടെ ഒരുപാട് പാഠങ്ങൾ സൃഷ്ടികളായി നമുക്ക് നൽകുന്നുണ്ട്. വളരെ ഹൃദയസ്പർശിയായ സൂറത്ത് എന്നതിലുപരി ഒരുപാട് താക്കീതുകളും അള്ളാഹുവിന്റെ കാരുണ്യങ്ങളെ കുറിച്ചുള്ള സൂചനകളും മനുഷ്യനായ നമ്മൾക്കുള്ള, സൃഷ്ടികളായ നമ്മൾക്കുള്ള ഉത്തരവാദിത്തങ്ങളും ഈ സൂറത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട്. അല്ലാഹു തആല പറയുന്നു, അല്ലാഹു തആല നമ്മെ ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചു, സംസാരിക്കാനുള്ള ശേഷി നൽകി, ബുദ്ധി നൽകി. അങ്ങനെ തുടങ്ങി അവന്റെ കാരുണ്യങ്ങൾ പറയുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യങ്ങൾ പറയുമ്പോൾ റഹ്മാൻ സൂറത്തിൽ പറയുന്നുണ്ട്, അവൻ ആകാശഭൂമികൾ സൃഷ്ടിച്ചു, കടലുകൾ സൃഷ്ടിച്ചു, പുഴകൾ സൃഷ്ടിച്ചു എന്ന് തുടങ്ങി അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ അവനിക്ക് സംസാരബോധം നൽകി, സൂര്യനെയും ചന്ദ്രനെയും കൃത്യമായ അനുപാതത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്, മഴ വർഷിക്കുന്നുണ്ട്, അവനക്ക് ചെടികളിൽ നിന്നും മറ്റും കായ്ക്കനികൾ ഭക്ഷണ പദാർത്ഥങ്ങളായി നൽകി, അവന് സമ്പുഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകി, വളരെ അനുഗ്രഹമായിട്ട് അവനക്ക് സമ്പത്തും മക്കളും നൽകി, അവന് വീടും നൽകിയിട്ട് അല്ലാഹു തആല ഖുർആനിലൂടെ ചോദിക്കുന്നു, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, എന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ലാഹു തആല റഹ്മാൻ സൂറത്തിൽ 31 തവണ ആവർത്തിച്ചുകൊണ്ട് അവന്റെ സൃഷ്ടികളായ നമ്മോട് ചോദിക്കുന്നുണ്ട്, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, റബ്ബിന്റെ നിന്റെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ ഏത് അനുഗ്രഹത്തെയാണ് നീ നിഷേധിക്കുന്നത്? ഇതിൽ നമുക്ക് വലിയ താക്കീതുകളുണ്ട്, വലിയ സൂചനകളുണ്ട്. അഹങ്കരിച്ച് നടക്കുന്ന നമുക്ക് വലിയ പാഠം ഉൾക്കൊള്ളാനുണ്ട്. അല്ലാഹു തആല ഈ സൂറത്തിലൂടെ പറയുന്നുണ്ട്, എല്ലാ പടപ്പുകളുടെയും, ഞാൻ സൃഷ്ടിച്ച എല്ലാത്തിന്റെയും നിയന്ത്രണം എനിക്കാണ്. അതിനെ വിട്ടുകടക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് പരാജയം മാത്രമാണ് ഉണ്ടാകുക. ഇങ്ങനെയെല്ലാം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ സൂറത്ത് നമ്മളെ മനസ്സിലാക്കി തരുന്നത് അള്ളാഹുവിന്റെ നിയന്ത്രണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവനിക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റലാണ്. അങ്ങനെ ചെയ്തു പോകുമ്പോ ഈ സൂറത്തിൽ 46-ാമത്തെ സൂക്തത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, ആരെങ്കിലും ഈ നിയന്ത്രണങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്, എന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് എന്നെ ഭയന്ന് ജീവിച്ചാൽ അവനക്ക് സ്വർഗമുണ്ടെന്ന് അല്ലാഹു തആല ഈ അധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ആരെങ്കിലും അല്ലാഹുവിന്റെ നിയന്ത്രണങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ചാൽ അവനക്ക് നരകമുള്ളതിനെ കുറിച്ചും അല്ലാഹു തആല ഇതേ സൂക്തത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അവന്റെ ശിക്ഷാ നടപടികളെ കുറിച്ച് പറയുന്നുണ്ട്, സ്വർഗത്തിലുള്ള കായ്ക്കനികളെ കുറിച്ച് പറയുന്നുണ്ട്, പുഴകളെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ സുഖസൗകര്യങ്ങളും അവൻ സ്വർഗത്തിൽ നമുക്ക് സജ്ജീകരിച്ചു തരുമെന്ന് പറയുന്നുണ്ട്. അല്ലാഹു തആല സ്വർഗത്തിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.